ഇവിടെ എന്താണ് പരിപാടി ഇന്ന് എന്റെ മരുമോന്റെ കല്യാണം ഇവരുടെയൊക്കെ അതാണ് 1.5 കൊല്ലം കൊണ്ട് കാത്തിരിക്കുന്ന കല്യാണമാണ് ഇന്ന് ഇവിടെ അരങ്ങേറാൻ പോകുന്നത്. അയ്യോ, ഇനി 1 കൊല്ലം ഉണ്ടല്ലോ, 6 മാസം ഉണ്ടല്ലോ, 3 മാസം ഉണ്ടല്ലോ, 1 മാസം ഉണ്ടല്ലോ, അങ്ങനെ 0 ഡേയ്സായി. ഇന്ന് 12 മണിക്ക് 11:30 12-നിടയിൽ നിക്കാഹ് നടക്കാൻ പോവുകയാണ്. അങ്ങനെ ഇവിടെ സെൽഫിയും കാര്യങ്ങളും ആ കൂടെ ഒരു ബഹളമാണ്. എല്ലാവരും സെൽഫി മേളത്തിലുമൊക്കെ നിൽക്കുവാണ്, ഞാൻ ഉൾപ്പെടെ. അങ്ങനെ 11:30 12-നിടയ്ക്കായിരുന്നു നിക്കാഹ് ഫിക്സ് ചെയ്തത്. നിക്കാഹ് വന്ന് പള്ളിയിലായിരുന്നു, പള്ളിയിൽ തന്നെയായിരുന്നു, അടുത്ത് തന്നെയായിരുന്നു. അപ്പോൾ പെണ്ണുങ്ങളെല്ലാം ഓഡിറ്റോറിയത്തിലുണ്ട്, ആണുങ്ങളെല്ലാം പള്ളിയിലുമാണ്. കാരണം പെണ്ണുങ്ങൾ പോവാറില്ലല്ലോ നിക്കാഹിന്. അവിടെ വെച്ച് ആ പ്രോസസ്സെല്ലാം ഒക്കെ നടക്കുവാണ്. അതിനുശേഷം ചെക്കൻ ഓഡിറ്റോറിയത്തിൽ വരുന്നു, ചെക്കനും കൂട്ടരും ഓഡിറ്റോറിയത്തിൽ വരുന്നു. അങ്ങനെ ചെക്കനെ എതിരേൽക്കുന്ന സമയമാണ്. ചെക്കൻ്റെ എൻട്രിങ് ടൈം ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ചെക്കൻ്റെ ഇടതും വലതുമായിട്ട് ഓരോ കുട്ടിപ്പട്ടാളങ്ങൾ വീതമുണ്ട്. അതിൽ ഒന്ന് വന്ന് നമ്മുടെ ഇച്ചൂസ് വന്ന് അവൻ്റെ കുഞ്ഞളിയനും, ഇപ്പുറത്ത് നിൽക്കുന്നത് അവൻ്റെ കുഞ്ഞ് അനിയനുമാണ്. പിന്നെ നമ്മളൊക്കെ സ്റ്റേജിൽ കയറി നേരത്തെ സ്റ്റേജ് കയ്യേറി നിൽക്കുവാണ്. ഇനിയിപ്പം പെങ്കൊച്ചിനെയും കൂടെ കൊണ്ടുവന്നാൽ മതി ബാക്കി കാര്യങ്ങളും കൂടെ നടത്താൻ. പിന്നെ വീഡിയോ എവിടെ കാണുമോ അവിടെ ചിരിച്ച് തീർക്കാൻ സുറുമി കഴിഞ്ഞിട്ടേ ആളുള്ളൂ. പിന്നെ ഈ ഇച്ചുവിൻ്റെ ബാക്കി കെട്ടിയിരിക്കുന്ന കണ്ടില്ലേ, ഇത് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവൻ. അയ്യോ, ഇത് പെമ്പിള്ളേർ കിട്ടും പോലെയാണ്, ഞാൻ കെട്ടത്തില്ല എന്നൊക്കെ. പിന്നെ ഓക്കെ ആയി. ഇത് ഹെയർ തന്നു 3-4 മാസം കൊണ്ട് മുടി വളർത്തുമായിരുന്നു, ഇങ്ങനെ ബാക്കിൽ കൊമ്പ് പോലെ പിടിച്ച് കെട്ടാൻ, ബസൂക്ക സ്റ്റൈൽ എന്നൊക്കെയാണ് പറയുന്നതും. അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇപ്പം ഇങ്ങനെ കെട്ടിക്കൊണ്ടു പോകാൻ. അളിയന്മാരാണ് ഈ രണ്ടും അപ്പുറവും ഇപ്പുറവും കൂടെയൊക്കെ നിൽക്കുന്നത്. ഇച്ചു ബ്രൗൺ കണ്ണാടി എല്ലാം ബ്രൗൺ ഒപ്പിച്ച് സന്തോഷവാനായിട്ട് അവിടെ നിൽക്കുവാണ്. ഇത് അങ്ങോട്ട് നിൽക്കുന്ന ചെക്കൻ്റെ അളിയൻ, ചെക്കൻ്റെ മാമ, അങ്ങനെ 3 പേര് നിരന്ന് നിൽക്കുവാണ്. താഴെ കുഞ്ഞനിയന്മാരും ഉണ്ട്. പിന്നെ എൻ്റെ ഇച്ചൂസും അവന് മാറത്തില്ല കേട്ടോ. നമ്മൾ പറഞ്ഞ് ചെക്കൻ്റെ അടുത്ത് തന്നെ നിങ്ങൾ നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവന്മാർ ഇടവും വലവുമായിട്ട് നിൽപ്പുണ്ട്, ഒരിടത്തും വിടാതെ. ഇതിൻ്റെ ഇടയിലാണ് ബ്രൈഡിൻ്റെ എൻട്രി. ഒരു കുഞ്ഞു പാട്ടോട് കൂടിയൊക്കെയാണ് ബ്രൈഡിൻ്റെ എൻട്രി നടക്കുന്നത്. പിന്നെ ഡാൻസൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ എനിക്ക് ആ പാട്ടൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, കാരണം പാട്ടിട്ട് അപ്പോൾ കോപ്പിറൈറ്റ് വരും. അതുകൊണ്ടാണ് ഞാനിവിടെ പാട്ട് അപ്ലോഡ് ചെയ്യാത്തത്. അങ്ങനെ ബ്രൈഡ് വരാൻ നേരത്ത് ഡാൻസും മേളവും ആയതുകൊണ്ട് എല്ലാവരും പിന്നെ സ്റ്റേജിൽ നിൽക്കുന്ന ഒറ്റ എണ്ണത്തിൽ മൈൻഡ് ചെയ്യുന്നില്ല, എല്ലാവരും ബ്രൈഡിൻ്റെ മുഖത്തായി കണ്ണുകളിൽ. അങ്ങനെ താലികെട്ടെല്ലാം കഴിഞ്ഞു കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ കൂട്ടത്തിലൊരു കല്യാണം വരുമ്പോൾ നമുക്കൊന്ന് ആസ്വദിച്ച് നിന്ന് വീഡിയോസ് എടുക്കാനൊന്നും പറ്റത്തില്ല. കാരണം എപ്പോഴും അവരുടെ സൈഡായിട്ട് നമ്മൾ നിൽക്കുവാണല്ലോ. മറ്റൊരാളുടെ അടുത്ത് എടുത്തു തരാൻ പറഞ്ഞാൽ അത് കുളമാക്കിയാണ്. ഞാൻ ആരുടെടുത്തേക്കോ പറഞ്ഞൊന്ന് എടുത്തു തരാം, അത് ഫുൾ കുളമായിരുന്നു. എടുത്തു തന്ന വീഡിയോസുകളെല്ലാം ക്ലാരിറ്റി ഇല്ല, ഒന്നീ ഷേക്കിങ്, അങ്ങനെയാണ്. എടുക്കുന്നെങ്കിൽ നമ്മൾ തന്നെ എടുത്താലേ ശരിയാവുള്ളൂ. ഇത് തന്നെ എടുത്ത് ഫസ്റ്റ് പാട്ടൊക്കെ ഉണ്ടോ, ഇപ്പം നല്ല ക്ലാരിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നു. നേരത്തെ എടുത്തതിനെല്ലാം ഒരു ക്ലാരിറ്റി കുറവുണ്ട്. കാരണം അത് കാര്യം പ്രത്യേകിച്ചൊന്നും അല്ല, ലൈറ്റിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു, അത് നമ്മൾ പറയണമല്ലോ. പിന്നെ നമ്മുടെ കുറച്ച് ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പിന്നെ നടക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇച്ചൂസ് ഇതിലൊന്നും പെടാത്തത്. ഇച്ചൂസ് ഇടയ്ക്ക് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. കാരണം മോർണിംഗ് ഫുഡ് നന്നായിട്ട് കഴിച്ചില്ലായിരുന്നു, ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ ഇടയ്ക്ക് എൻ്റെ അനിയൻ കൊണ്ടുപോയി അവർക്ക് ഫുഡ് കൊടുത്തു. ഇവനും റിച്ചൂസിനും കൂടെ കൊണ്ടുപോയി ഫുഡൊക്കെ കൊടുത്തു. റിച്ചൂസ് എന്ന് പറയുന്നത് ഇവൻ്റെ അളിയനും കൂടെയൊക്കെ കൊണ്ട് ഫുഡ് കൊടുത്തു. അതോടെ പിന്നെ അവന്മാർ ഹാപ്പിയായി. അവന്മാർ പിന്നെ സൈഡ് ബിസിനസ്സിന് ഇറങ്ങി. അതിനുശേഷം ഞങ്ങളെല്ലാം ഫുഡ് അടിക്കാനായിട്ട് ഇറങ്ങി. ഏകദേശം 1:30 മണി കഴിഞ്ഞായിരുന്നു കേട്ടോ. 1:30-2 മണിയായി. കാരണം ഫോട്ടോ സെക്ഷൻ എത്ര എടുത്താലും ഇവർക്ക് തീരത്തില്ലല്ലോ. എന്തോരം നേരമായിരുന്നു ഫോട്ടോ സെക്ഷൻ ഉണ്ടായിരുന്ന ടൈം, ഒരുപാട് നേരം എടുത്തു. അവസാനം ഞങ്ങൾക്ക് തന്നെ ദേഷ്യം വന്നായിരുന്നു. അതിന് 1:30-2 മണിയായപ്പോഴാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാതിരുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ ഇക്കാര്യം ഞങ്ങളുടെ മാരേജിന് ശേഷം ഒരു 12 വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ ഈ ലാസ്റ്റ് ട്രിപ്പിലിരിക്കുന്നത്. ബാക്കി ഏത് കല്യാണത്തിന് പോയാലും ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ട്രിപ്പ് ഞങ്ങൾ ഇരുന്നേക്ക്. കാരണം 12 വർഷങ്ങൾക്ക് ശേഷമാണ് കാരണം ഞങ്ങളുടെ ഫാമിലിയിലെ കല്യാണം, അപ്പോൾ നമുക്ക് നേരത്തെ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. ഞങ്ങളിങ്ങനെ ഇരുന്ന്. പിന്നെ ബീഫ് ബിരിയാണി ഒരു സെക്ഷൻ, ചിക്കൻ ബിരിയാണി സെക്ഷൻ, പിന്നെ അതിൻ്റെ കൂടെ ചേർന്ന് എല്ലാം ഉണ്ടായിരുന്നു. ഫുഡൊക്കെ സൂപ്പറായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഒരു 2:30-3 മണിയോടുകൂടി നമ്മൾ ഓഡിറ്റോറിയത്തിൽ നിന്ന് പെൺകൊച്ചിനെയും കൊണ്ടിറങ്ങി. അതിനുശേഷം ചെക്കൻ്റെ വീട്ടിലെത്തി. അവിടെ ഒരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ റിസപ്ഷൻ അല്ലേ, അതിനുശേഷം ഡ്രസ്സൊക്കെ മാറി. പിന്നെ സാരി ആയിരുന്നു കേട്ടോ, ലഹങ്ക മാറ്റി സാരി ആയിരുന്നു. ഒരു 5 മണിയോടുകൂടി റിസപ്ഷൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. പിന്നെ കല്യാണത്തിൻ്റെ വൈകുന്നേരം നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, ഒരു അടുക്കള കാണുന്ന ചടങ്ങുണ്ട്. അത് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ചെക്കൻ്റെ വീട്ടിലോട്ടാണ് വരുന്നത്. അവരൊരു 5 മണിയൊക്കെ ആയപ്പോൾ വന്നു. ഒരു 5 മണി തൊട്ട് 6:30 വരെയൊക്കെ അവരിവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം പണ്ടൊക്കെ ആണെങ്കിൽ പെണ്ണിൻ്റെ വീട്ടുകാർ പോകുമ്പോൾ ചെക്കനും പെണ്ണും കൂടി അവരുടെ കൂടെ പോകും. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ. ഇപ്പോൾ റിസപ്ഷനായിട്ട് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ റിസപ്ഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 8-9 മണി ആയപ്പോഴാണ് ഇവർ പെൺകുട്ടിയുടെ വീട്ടിലോട്ട് പോയത്. അത് അവർ തന്നെ ഒറ്റയ്ക്ക് തന്നെയാണ് കേട്ടോ പോയത്. പിന്നെ ഫുള്ള് ഡാൻസും കാര്യങ്ങളും തന്നെയായിരുന്നു. പിന്നെ ഇച്ചൂസിനെയും റിച്ചൂസിനെയൊന്നും ആരും നോക്കേണ്ടി വന്നില്ല. അവന്മാർ സ്വന്തം പോയി ഫുഡ് കഴിക്കുന്നു. എല്ലാം അവരുടെ ഇഷ്ടത്തിനായിരുന്നു. എങ്ങനെയുണ്ട്? നമ്മുടെ മേക്കപ്പ്, ഡ്രസ് എല്ലാം കാണിക്കുന്നതാണ്. അതാണ്
എല്ലാം വ്ളോഗിൽ കാണും. വ്ളോഗിൽ ഫുള്ള് ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ ഞങ്ങളുടെ 2369 ഫോളോ ചെയ്യുകയും വേണം, ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമന്റ് ബോക്സിൽ കമന്റ് ഇടുക.